സർക്കാരിൽ 10 വർഷക്കാലം ആരോഗ്യമന്ത്രിയായിരുന്നു ടി കെ ശ്രീമതി. ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു ഭാഗ്യം ലഭിച്ച ഒരു സഖാവാണ് ഞാൻ. ഇന്നിപ്പം കാണുന്ന ഈ ജലപ്രവാഹം പോലെയുള്ള ആബാലവൃദ്ധം ജനങ്ങളുടെ ഒഴുക്ക് തന്നെ അദ്ദേഹം എത്ര സാമാന്യമായ വ്യക്തിത്വത്തെ ഉടമയായിരുന്നുവെന്ന് നമുക്ക് വ്യക്തമാക്കേണ്ട കാര്യമില്ല. ഇത് സാക്ഷ്യം വഹിക്കുകയാണ്. ഇന്ന് 3:30 മണിക്ക് ശേഷം തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും ആലപ്പുഴ മുതൽക്ക് ഇങ്ങോട്ടുള്ള ജില്ലയിൽ നിന്ന് ആളുകൾ അറിഞ്ഞറിഞ്ഞ് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 6-7 വർഷമായിട്ട് അദ്ദേഹം കിടപ്പിലാണെങ്കിൽ പോലും അദ്ദേഹം ജനങ്ങൾക്കുള്ള മനസ്സിനുള്ളിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് ഈ ഒരു ജനപ്രവാഹം. അദ്ദേഹം ഇന്ത്യൻ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ സമുന്നതനായ നേതാവ് എന്നുള്ള നിലക്ക് മാത്രമല്ല, ജനമനസ്സുകളിൽ ജനഹൃദയങ്ങളിൽ എല്ലാവരിലും ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായം ചെന്നവരുടെ അടക്കം മനസ്സിൽ ഹൃദയത്തിലൊരു സ്ഥാനം നേടാൻ കഴിഞ്ഞത് ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വലിയ നേതാവ് എന്നുള്ള നിലയിൽ മർദ്ദനവും പീഡനവും ഏറ്റുവാങ്ങുന്നവർക്കുള്ളൊരു പ്രതീക്ഷയും കൂടെ ആയിരുന്നില്ലേ ടീച്ചറെ? ആ അർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നും നമ്മുടെ കേരളം മാറി വരുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു സന്ദർഭത്തിൽ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനു വേണ്ടി സ്വന്തം ജീവൻ തൃണവൽഗണിച്ചുകൊണ്ട് പ്രവർത്തിച്ച പൊരുതിയ വീരനായ തികച്ചും ത്യാഗനിർഭരമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ധീരനായ വിപ്ലവകാരിയാണ് സഖാവ് വി എസ്. സഖാവ് വി എസിന് സമം സഖാവ് വി എസ് മാത്രം. വലിയ നഷ്ടമാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എന്തൊക്കെയായിരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയുമായിരുന്നില്ല.